കേരള സിലബസ് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ചാപ്റ്ററിന് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ ലെസന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതുകൂടി കണ്ടു നോക്കും. വൈ കുഡിൻ ഗ്രാനി പ്രോപ്പർലി സീ ത്രൂ ഹെർ ഗ്ലാസസ്? എന്തുകൊണ്ട് ഗ്രാനിക്ക് ഗ്രാനിയുടെ കണ്ണടയിലൂടെ ക്ലിയർ ആയി പ്രോപ്പറായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്രാനീസ് ഗ്ലാസസ് വർ ഓൾഡ്, സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ഗ്രാനിയുടെ ഗ്ലാസുകൾ 10 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. അതിൽ നിറയെ വരയുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുത്തുകൾ ഉണ്ടായിരുന്നു, സ്പോട്ട്സ് ഉണ്ടായിരുന്നു. സോ ഷീ കുഡിൻ സീ പ്രോപ്പർലി ത്രൂ ദം. അതുകൊണ്ട് ഗ്രാനിക്ക് ആ കണ്ണടയിലൂടെ വ്യക്തമായി നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. Why didn't Granny want to be parted from money? എന്തുകൊണ്ടാണ് ഗ്രാനിക്ക് മണിയെ വിട്ടു നിൽക്കാൻ ആഗ്രഹമില്ലാതിരുന്നത്? Why didn't Granny want to be parted from money? Mani was Granny's only grandchild and she was the one who brought him up after his mother died when he was just 1 year old. ഗ്രാനിയുടെ ഒരേ ഒരു ഗ്രാൻഡ് ചൈൽഡാണ്, കൊച്ചുമകനാണ് മണി. ഗ്രാനിയാണ് അവന്റെ അമ്മ അവൻ 1 വയസ്സുള്ളപ്പോൾ മരിച്ച സമയം മുതൽ അവനെ തനിച്ച് തന്നെ വളർത്തിയെടുത്തത്. ഷീ ഈസ് എക്സ്ട്രീംലി അറ്റാച്ച്ഡ് ടു ഹിം. ഗ്രാനിക്ക് മണിയോട് വളരെയധികം അടുപ്പമുണ്ട്. സോ ഷീ ഡസന്റ് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം ഹിം. അതുകൊണ്ട് തന്നെ അവനെ വിട്ടു നിൽക്കാൻ ഗ്രാനിക്ക് ഇഷ്ടമല്ല. ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡന്റ് അബൌട്ട് വാക്കിംഗ് ടു നെയിൻ? ഗീവ് റീസൺസ്. നെയിനിലേക്ക് നടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഗ്രാനിക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണം പറയുക. യെസ്, ഷി വാസ്. ഗ്രാനി കോൺഫിഡന്റ് ആയിരുന്നു. ദോ ഹെർ ഐസൈറ്റ് വാസ് ബിക്കമിങ് വീക്കർ, ദർ വാസ് നത്തിങ് റോങ് വിത്ത് ഹെർ ലെഗ്സ്. ഗ്രാനിയുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ കാലുകൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. സോ ഗ്രാനി വാസ് കോൺഫിഡന്റ് ഓഫ് വാക്കിംഗ് ടു നെയിൻ. അതുകൊണ്ട് ഗ്രാനിക്ക് നെയിനിലേക്ക് നടക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. Why does Mani's father call Granny's journey to Missouri a shopping trip? എന്തുകൊണ്ടാണ് മണിയുടെ അച്ഛൻ ഗ്രാനിയുടെ മസൂറിയിലേക്കുള്ള യാത്ര ഒരു ഷോപ്പിംഗ് ട്രിപ്പ് ആണെന്ന് പറയുന്നത്? ഗ്രാനി വാസ് പ്ലാനിങ് ടു ബൈ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം മിസൂറി. ഗ്രാനി മസൂറിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നു. ഷി വാണ്ടഡ് ടു ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. കുറച്ച് വിത്തുകളും അതുപോലെ തന്നെ ഉള്ളി പോലത്തെ സാധനങ്ങൾ, ചെടികൾ, അതെല്ലാം വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നു. എ ബെൽ ഫോർ ദ വൈറ്റ് കൗ. അവരുടെ വെളുത്ത പശുവിന് ഒരു ബെല്ല് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നു. എ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. മണിയുടെ അച്ഛൻ ഒരു പുള്ളോവർ, ഒരു കമ്പിളി കുപ്പായം. അതുപോലെ തന്നെ എൻ്റെ പെയർ ഓഫ് ഷൂസ് ഫോർ മണി. മണിക്ക് ഒരു പെയർ ഷൂസും വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. ഹെൻസ് മണീസ് ഫാദർ കോൾഡ് ഹെർ ജേണി എ ഷോപ്പിംഗ് ട്രിപ്പ്. അതുകൊണ്ടാണ് മണിയുടെ അച്ഛൻ ഗ്രാനിയുടെ യാത്രയെ ഒരു ഷോപ്പിംഗ് ട്രിപ്പ് എന്ന് വിളിച്ചത്. വൈ കുഡിൻ മണി കീപ്പ് അപ്പ് വിത്ത് ഗ്രാനി ഓൺ ദ വാക്ക്? നടന്നു പോകുന്നതിനിടയിൽ എന്തുകൊണ്ട് മണിക്ക് ഗ്രാനിക്ക് ഒപ്പം എത്താൻ കഴിഞ്ഞില്ല? ഓൺ ദ വേ മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഫ്രം എ ബുഷ്. ഒരു ചെടിയിൽ നിന്ന് വൈൽഡ് ബ്ലാക്ക് ബെറീസ് പറിക്കുന്നതിന് വേണ്ടി മണി പോകുന്ന വഴിക്ക് നിന്നു. ഗ്രാനി വാസൻ ഫോണ്ട് ഓഫ് ബെറീസ്. ഗ്രാനിക്ക് ഇതുപോലത്തെ പഴങ്ങൾ ഇഷ്ടമല്ല. സോ ഷീ ഡിഡിൻ സ്ലാക്കൻ ഹെർ പേസ്. അതുകൊണ്ട് തന്നെ ഗ്രാനിയുടെ വേഗത കുറച്ചതുമില്ല. ഹെൻസ് മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അതുകൊണ്ട് ഗ്രാനിയുടെ ഒപ്പം എത്തുന്നതിന് വേണ്ടി മണിക്ക് ഓടേണ്ടി വന്നു. ലാൻഡ്സ്ലൈഡ്സ് ആർ ബിക്കമിങ് മോർ ഫ്രീക്വന്റ് നൗ, ആറിന്റെ? മണ്ണിടിച്ചില്, ലാൻഡ്സ്ലൈഡ്സ്, അതിപ്പോ കൂടെ സംഭവിക്കുന്നുണ്ട്, കൂടുതൽ ഫ്രീക്വന്റ് ആയി സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? മേക്ക് എ ലിസ്റ്റ് ഓഫ് റീസെന്റ് നാച്ചുറൽ കലാമിറ്റീസ്. ഡിസ്കസ് ദ പോസിബിൾ കോസസ് ഓഫ് ദിസ്. അടുത്ത കാലത്തായി ഉണ്ടായ ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഡിസ്കസ് ദ പോസിബിൾ കോസസ് ഓഫ് ദിസ്. അതിന്റെ കാരണങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആൻസർ തന്നെ എഴുതണമെന്നില്ല, ഒന്ന് റിസർച്ച് ചെയ്ത് റീസെന്റ് ഉണ്ടായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനെക്കുറിച്ച് എഴുതാം. ഞാനൊരു ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, അത് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. യെസ്, ലാൻഡ്സ്ലൈഡ്സ് ആർ ബിക്കമിങ് മോർ ഫ്രീക്വന്റ്. ശരിയാണ്, മണ്ണിടിച്ചില് ഇപ്പൊ കൂടെ സംഭവിക്കുന്നുണ്ട്. ഇൻ 2024 ലാൻഡ്സ്ലൈഡ്സ് വൈപ്ഡ് അപ്പ് 2 villages ഇൻ ദ വയനാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള, കില്ലിംഗ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. 2024 മണ്ണിടിച്ചില്, ലാൻഡ്സ്ലൈഡ് വയനാട് ജില്ലയിലെ 2 ഗ്രാമങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കി. 100 കണക്കിന് ആളുകൾ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ലാൻഡ്സ്ലൈഡ്സ് അറ്റ് ഷിരൂർ ഇൻ കർണാടക ഓൾസോ ക്ലെയിംഡ് മെനി ലൈവ്സ്. അതുപോലെ തന്നെ കർണാടകയിലെ ഷിരൂർ എന്ന സ്ഥലത്തുണ്ടായ ലാൻഡ്സ്ലൈഡിലും കുറെ പേര് മരിച്ചു പോയിരുന്നു. ഹെവി റെയിൻ ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് കോസിംഗ് ലാൻഡ്സ്ലൈഡ്സ്. കനത്ത മഴയാണ് പലപ്പോഴും ലാൻഡ്സ്ലൈഡിന് പ്രധാനമായ ഒരു കാരണമാവുന്നത്. The hills have become weaker due to excessive quarrying. ക്വറിയിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, കുന്നിടിച്ച് നിരത്തുന്ന പ്രോസസ്സ്, കല്ലെടുക്കുന്നതിന് വേണ്ടി. അത് കാരണം തന്നെ കുന്നുകൾക്ക് അവയുടെ ആ ഉറപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ലാർജ് സ്കെയിൽ ഫാമിംഗ് ഇൻ ഹില്ലി ഏരിയാസ് ഓൾസോ കോസസ് ലാൻഡ്സ്ലൈഡ്സ്. അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. തേയിലയും കാപ്പിയും അതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതും ആ ഹിൽസിന്റെ
നാച്ചുറൽ ആയുള്ള അവയുടെ ആ ഒരു ഉറപ്പ് അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. വെൻ ട്രീസ് ആർ കട്ട് ഡൗൺ ടു ഗ്രോ ക്രോപ്സ് ലൈക്ക് ടീ ഓർ കോഫി, മരങ്ങൾ വെട്ടിമുറിച്ച് അവിടെ തേയിലയും കാപ്പിയും എല്ലാം നട്ടുപിടിപ്പിക്കുമ്പോൾ ദ സോയിൽ ബിക്കംസ് ലൂസ്, ആ മണ്ണിന് അതിൻ്റെ ആ ബലം നഷ്ടപ്പെട്ട് അത് ലൂസായി മാറുന്നു. വെൻ ഇറ്റ് റെയിൻസ് ഹെവിലി, നല്ലതുപോലെ മഴ പെയ്യുമ്പോൾ ദിസ് സോയിൽ സ്ലൈഡ്സ് എലോങ് ദ സ്ലോപ്സ് കോസിങ് ലാൻഡ് സ്ലൈഡ്സ്, ഈ സോയില് ആ ചെരുവിലൂടെ താഴത്തേക്ക് ഒലിച്ചിറങ്ങി. അങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്. ഈ മണ്ണ് ഒലിച്ചിറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ആ വഴിക്കുള്ള പാറകളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം കൂടെ പോരും. സംടൈംസ് ജേർണീസ് ആർ ഡിലേഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബ്രേക്ക് ഡൗൺസ് ഓർ നാച്ചുറൽ കലാമിറ്റീസ്, ചിലപ്പോൾ യാത്രകൾ വാഹനം കേടുവന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം, ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുമ്പോൾ വാഹനം കേടുവരുന്നത്, നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങൾ, അത് കാരണം പലപ്പോഴും യാത്രകൾ വൈകി പോവാറുണ്ട്. നരേറ്റ് യുവർ എക്സ്പീരിയൻസസ് ഓഫ് എനി ഓഫ് ദിസ്, ഇതുപോലത്തെ വല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നിവിടെ വിശദീകരിക്കുക. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സ്പീരിയൻസ് എഴുതാം, സ്വയം ആൻസർ എഴുതി നോക്കുക. ഐ വിസിറ്റഡ് നെല്ലിയാമ്പതി വിത്ത് മൈ പാരൻസ് എ ഫ്യൂ ഇയേഴ്സ് എഗോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നെല്ലിയാമ്പതി എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ സന്ദർശിച്ചു. ഇത് പാലക്കാട് ജില്ലയിലെ ഒരു ഹില്ലി പ്രദേശമാണ്. The roads in this area are very narrow and there is hardly enough room for two vehicles to pass each other. ഈ ഭാഗങ്ങളിലെ റോഡുകൾ വളരെ ഇടുങ്ങിയതാണ്. There is hardly enough room എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് സ്ഥലമില്ല എന്നർത്ഥം. റൂം എന്ന വാക്കിന് സ്ഥലം എന്നൊരു മീനിങ് ആണുള്ളത്. രണ്ട് വാഹനങ്ങൾക്ക് പരസ്പരം കടന്നു പോകാൻ ആവശ്യമായ വീതി ഇവിടുത്തെ റോഡുകൾക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ഡ്യൂറിങ് അവർ വിസിറ്റ്, ഞങ്ങളുടെ സന്ദർശനത്തിനിടയിൽ ദ കാർ ഇൻ ഫ്രണ്ട് ഓഫ് us ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ, ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കാറ് വഴിയിൽ വെച്ച് കേടുവന്നുപോയി. ദർ വർ കാർസ് ബിഹൈൻഡ് us ടു, ഞങ്ങളുടെ പുറകിലും കാറുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗോ എഹെഡ്, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലായിരുന്നു, കാരണം മുന്നിലെ കാർ കേടുവന്നാണ് കിടക്കുന്നത്. സോ വി ഹാഡ് ടു റിവേഴ്സ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറകിലേക്ക് പോകേണ്ടി വന്നു. ഇറ്റ് വാസ് സച്ച് എ സ്കെയറി എക്സ്പീരിയൻസ് ബിക്കോസ് ഇൻ മെനി പാർട്സ്, അത് അത്ര പേടിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ സ്കെയറി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ്, ടെറിഫയിങ് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് പറയാം. ബിക്കോസ് ഇൻ മെനി പാർട്സ്, കാരണം പല ഭാഗങ്ങളിലും, ദീസ് റോഡ്സ് ഹാവ് സ്റ്റീപ്പ് സൈഡ്സ്, കാരണം പല ഭാഗങ്ങളിലും ഈ റോഡിന്റെ വശങ്ങൾ നല്ല താഴ്ചയാണ്, സ്റ്റീപ്പ് സൈഡാണുള്ളത്. ഇഫ് ദ ഡ്രൈവർ ലൂസസ് കൺട്രോൾ, ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ദ വെഹിക്കിൾ ക്യാൻ ഫോൾ ഡൗൺ, വാഹനം താഴത്തേക്ക് കൊക്കയിലേക്ക് മറിഞ്ഞു വീഴാം. ലക്കിലി വി ഹാഡ് എൻ എക്സ്പേർട്ട് ഡ്രൈവർ ആൻഡ് വി മാനേജ് ടു റിവേഴ്സ് സേഫ്ലി, ഭാഗ്യവശാൽ ഞങ്ങൾക്കുണ്ടായിരുന്നത് നല്ല കഴിവുള്ള മിടുക്കുള്ള ഒരു ഡ്രൈവറായിരുന്നു, അതുകൊണ്ട് തന്നെ സേഫായി ഞങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഞാൻ എഴുതിയത് എൻ്റെ ഒരു അനുഭവമാണ്. ദ ഡോക്ടർ സെസ് ഹി വിൽ സെൻഡ് ഗ്രാനീസ് ഗ്ലാസസ് ടു ദ മ്യൂസിയം. വാട്ട് ഡസ് ഹി മീൻ? എന്താണ് ഡോക്ടർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഡോക്ടർ പറയുന്നത് ഗ്രാനിയുടെ ഗ്ലാസുകൾ ഡോക്ടറെ മ്യൂസിയത്തിലേക്ക് അയക്കുമെന്നാണ്. എന്താണ് ഡോക്ടർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹി വാസ് ജോക്കിംഗ്. ദ ഡോക്ടർ വാസ് ജോക്കിംഗ്. അദ്ദേഹം തമാശ പറയുകയായിരുന്നു. ഹെർ ഗ്ലാസസ് വർ സോ ഓൾഡ്, സ്ക്രാച്ച്ഡ്, സ്പോട്ടഡ് ആൻഡ് പ്രാക്ടിക്കലി യൂസ്ലെസ്. ഗ്രാനിയുടെ ഗ്ലാസുകൾ പഴയതായിരുന്നു, നിറയെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, സ്പോട്ട്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിരുന്നു. ദേ വർ പ്രാക്ടിക്കലി യൂസ്ലെസ്. പ്രോബബ്ലി ഹാഡ് നെവർ സീൻ എനിബഡി വെയറിംഗ് സച്ച് ഓൾഡ് ഗ്ലാസസ്. ഇത്രയും പഴക്കമുള്ള ഗ്ലാസുകൾ ധരിക്കുന്ന ആരെയും ആ ഡോക്ടർ പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഹെൻസ് ഹി ഫെൽറ്റ് ദാറ്റ് ദേ ആർ വർത്ത് ബീയിങ് എക്സിബിറ്റഡ് ഇൻ എ മ്യൂസിയം. അതുകൊണ്ട് ഇതുപോലത്തെ ഈ ഗ്ലാസുകൾ ഇത് മ്യൂസിയത്തിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? മണിയെ വ്യക്തമായി ആദ്യമായി കാണും, കുറെ വർഷങ്ങൾക്ക് ശേഷം വ്യക്തമായി ആദ്യമായി കാണുമ്പോൾ ഗ്രാനിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഗ്രാനി വാസ് ഓവർജോയ്ഡ് ടു സീ മണി. ഗ്രാനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഷി വാസ് സോ ഹാപ്പി ടു ഹാവ് റേസ്ഡ് സച്ച് എ ഫൈൻ ബോയ്. ഇത്ര നല്ലൊരു കുട്ടിയെ വളർത്തിയെടുത്തതിൽ ഗ്രാനി ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഷീ ഹവർ ഫെൽറ്റ് ദാറ്റ് ഹി നീഡഡ് എ ഹെയർ കട്ട് ആൻഡ് എ വാഷ്. എന്നാലും അവനെ ഒന്ന് കണ്ടപ്പോൾ ഗ്രാനിക്ക് തോന്നിയത് അവന്റെ മുടി ഒന്ന് വെട്ടണം, അതുപോലെ അവനൊന്ന് നന്നായി കുളിക്കണം എന്നും ഗ്രാനിക്ക് തോന്നി. ഇനി ലെറ്റ്സ് റീവൈൻഡ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മിസോറി? എന്തുകൊണ്ടാണ് ഗ്രാനി അവസാനം മിസോറിയിലേക്ക് യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നത്? വെൻ ഗ്രാനി റിയലൈസ് ദാറ്റ് മണി മൈറ്റ് ബി അക്കമ്പനിയിങ് ഹെർ, മണി തന്റെ കൂടെ വരുന്നുണ്ടായിരിക്കാം എന്ന് ഗ്രാനി മനസ്സിലാക്കിയപ്പോൾ ഷി വാസ് മോർ ദാൻ റെഡി ടു ട്രാവൽ ടു മിസോറി. ഗ്രാനിക്ക് മിസോറിയിലേക്ക് പോകാൻ വളരെ താല്പര്യമായി. ഷീ ഡിഡിന്റ് വാണ്ട് ടു ലീവ് ദ ബോയ് എലോൺ അറ്റ് ഹോം. കൊച്ചുമകനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോവാൻ ഗ്രാനിക്ക് താല്പര്യമില്ലായിരുന്നു. ദാറ്റ് വാസ് ദ റീസൺ ഷീ പോസ്റ്റ്പോൺഡ് ദ ട്രിപ്പ് ഫോർ എ ലോങ് ടൈം. അതുകൊണ്ടാണ് ഈ യാത്ര നീട്ടി നീട്ടി ഗ്രാനി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവൻ കൂടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗ്രാനി മിസോറിയിലേക്ക് പോവാൻ തയ്യാറായി.
ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡന്റ് ഇൻ ദ സ്റ്റോറി. ഗ്രാനിയുടെ ധൈര്യവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യവും ഡിറ്റർമിനേഷൻ അതും ഈ കഥയിൽ വളരെ വ്യക്തമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇൻസ്റ്റൻസസ്. ഈ കഥയിലെ സന്ദർഭങ്ങൾ എടുത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, അതായത് അതിനെ ഒന്ന് പ്രൂവ് ചെയ്യുക. After her daughter died young, Granny single-handedly took care of her grandchild and his father. തന്റെ മകള് ചെറുപ്പത്തിൽ മരിച്ചതിന് ശേഷം ഗ്രാനി തനിച്ചാണ്, സിംഗിൾ ഹാൻഡഡ്ലി ആണ് മകളുടെ കുട്ടിയെയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛനെയും നോക്കുന്നത്, സംരക്ഷിക്കുന്നത്. ഷീ ഓൾസോ റേസ്ഡ് കൗസ് ആൻഡ് ഹെൻസ്. ഈ കൊച്ചുമകനെയും അതുപോലെ അവന്റെ അച്ഛനെയും മാത്രമല്ല പശുക്കളെയും കോഴികളെയും എല്ലാം ഗ്രാനി വളർത്തുന്നുണ്ടായിരുന്നു. ദോ ഹെർ ഐസൈറ്റ് വാസ് ഗ്രോയിങ് സ്റ്റെഡിലി വീക്കർ. അവരുടെ കാഴ്ചശക്തി ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഷീ ഫുൾഫിൽഡ് ഓൾ ഹെർ ഡ്യൂട്ടീസ് പാഷനേറ്റ്ലി. നല്ല താല്പര്യത്തോടെ അർപ്പണഭാവത്തോടെ തന്റെ ജോലികളെല്ലാം കടമകളെല്ലാം ഗ്രാനി നിർവഹിച്ചുകൊണ്ടിരുന്നു. In order to travel to Missouri to have her eyes tested, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മിസോറിയിലേക്ക് പോവാൻ they had to walk a long way to Nain. അവർക്ക് നെയ്ൻ എന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. Though she was 70, ഗ്രാനിക്ക് 70 വയസ്സുണ്ടെങ്കിലും she walked the whole distance tirelessly. ക്ഷീണിക്കാതെ ഈ മുഴുവൻ ദൂരവും ഗ്രാനി നടന്നു. When the bus broke down on the way to Missouri, മിസോറിയിലേക്ക് പോകുന്ന വഴിക്ക് ബസ് കേടുവന്നപ്പോൾ she was not willing to go back. തിരിച്ചു പോവാൻ ഗ്രാനി തയ്യാറായില്ല. Instead, she told her grandson that they would walk because it was only 10 miles. മിസോറിയിലേക്ക് നടക്കാമെന്ന് ഗ്രാനി മണിയോട് പറഞ്ഞു, കാരണം ആകെ 10 മൈലേ ഉള്ളൂ എന്ന് പറഞ്ഞു. And they did. അവർ നടക്കുകയും ചെയ്തു. അപ്പൊ ഈ ഇൻസ്റ്റൻസസ് എല്ലാം ഗ്രാനിയുടെ കറേജും അതുപോലെ തന്നെ അവരുടെ ഡിറ്റർമിനേഷനും പ്രൂവ് ചെയ്യുന്നവയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലൈൻ കൂടി ഇവിടെ ആഡ് ചെയ്യാം. ദീസ് ഇൻസ്റ്റൻസസ് പ്രൂവ് ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിംഗ് ദെയർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? യാത്രക്കിടയിൽ മണി എങ്ങനെയാണ് ഗ്രാനിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് അവന്റെ സ്വഭാവത്തെ കുറിച്ച് എന്താണ് വ്യക്തമാക്കുന്നത്? മണി ഈസ് എൻ അഫെക്ഷനേറ്റ് ബോയ് ഹു കെയർസ് ഡീപ്ലി ഫോർ ഹിസ് ഗ്രാൻഡ് മദർ. തന്റെ മുത്തശ്ശിയെ ഒരുപാട് സ്നേഹിക്കുന്ന വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയാണ് മണി. ഹി ന്യൂ ദാറ്റ് ഹി വാസ് ദ റീസൺ ഹിസ് ഗ്രാൻഡ് മദർ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു മിസോറി. താൻ കാരണമാണ് അമ്മമ്മയ്ക്ക് മുത്തശ്ശിക്ക് മിസോറിയിലേക്ക് പോവാൻ താല്പര്യമില്ലാത്തതെന്ന് മണിക്ക് അറിയാമായിരുന്നു. സോ ഹി സെഡ് ഹി വുഡ് അക്കമ്പനി ഹർ. അതുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ ചെല്ലാമെന്ന് അവൻ പറഞ്ഞു. ത്രൂ ഔട്ട് ദ ജേർണി ഹി കെപ്റ്റ് ആസ്കിങ് ഹർ ഇഫ് ഷി വാസ് ഓൾറൈറ്റ് ആൻഡ് ഇഫ് ഷി നീഡഡ് റെസ്റ്റ്. യാത്രയിലുടനീളം മണി മുത്തശ്ശിയോട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശിക്ക് റെസ്റ്റ് ചെയ്യണോ എന്നും അന്വേഷിച്ചുകൊണ്ടിരുന്നു. അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ് ഹി വെയിറ്റഡ് പേഷ്യൻലി ഫോർ ഗ്രാനീസ് ടേൺ ടു കം. ഡോക്ടറുടെ ഓഫീസിൽ ഗ്രാനിയുടെ ഊഴം വരുന്നത് വരെ അവനും ക്ഷമയോടെ കാത്തിരുന്നു. And while she was eager to go to the bazaar to buy him new clothes and footwear, he first wanted her to have her new glasses made. ഗ്രാനിക്ക് ബസാറിൽ പോയി അവന് ക്ലോത്ത്സും അതുപോലെ തന്നെ ഫുട്വെയറും വാങ്ങിക്കാനായിരുന്നു തിരക്കെങ്കിലും ഗ്രാനിയുടെ കണ്ണട റെഡിയായി കിട്ടിയതിന് ശേഷം മാത്രം പോയാൽ മതിയെന്ന് മണി പറഞ്ഞു. എ ഷോൾഡർ ടു റെസ്റ്റ് ഓൺ ഈസ് എ ബ്ലെസ്സിംഗ് ഇൻഡീഡ്. തല ചായ്ക്കാൻ ഒരു ചുമലുണ്ടാവുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഡോണ്ട് യു അഗ്രി? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻസ്? ഈ കഥ ഒരു മുത്തശ്ശിയുടെയും കൊച്ചുമകന്റെയും കഥയാണ്. ജനറേഷൻസിനിടയിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 2 തലമുറകൾക്ക് അല്ലെങ്കിൽ മൂന്ന് തലമുറകൾക്കിടയിലുള്ള ആ ബന്ധത്തിനെ, ആ ബോണ്ടിങ് എങ്ങനെയാണ് ഈ കഥ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നത്. ദിസ് സ്റ്റോറി ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ്സ് ദ അഫെക്ഷൻ ബിറ്റ്വീൻ എ ഗ്രാൻഡ് മദർ ആൻഡ് ഹർ യങ് ഗ്രാൻഡ്സൺ. ഈ കഥ വളരെ ഭംഗിയായി ഒരു മുത്തശ്ശിക്കും അവരുടെ കൊച്ചുമകനും ഇടയിലുള്ള റിലേഷൻഷിപ്പ്, ആ സ്നേഹത്തിനെ പ്രതിപാദിക്കുന്നുണ്ട്. ദേ ആർ ഗോയിങ് ടു മിസോറി ടു ഹാവ് ഗ്രാനീസ് ഐസ് ടെസ്റ്റഡ്. ഗ്രാനിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ മിസോറിയിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് എ ബംബി റൈഡ് ആൻഡ് ഗ്രാനി ഈസ് ടയേർഡ് ആഫ്റ്റർ ദ ലോങ് വാക്ക് ടു നെയിൻ. യാത്ര അത്ര സുഖമുള്ളതല്ല. ബസ് കുലുങ്ങുന്നുണ്ട്, ചാടുന്നുണ്ട്. ഗ്രാനി ആണെങ്കിൽ നെയിനിലേക്ക് നടന്ന് ക്ഷീണിതയുമാണ്. Though the bus swerves and jolts continuously, ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുകയും കുലുങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും she falls asleep on her grandson's shoulder during most of the journey. യാത്രയുടെ ഏകദേശം മുഴുവൻ ഭാഗവും മണിയുടെ ചുവലിൽ തലവെച്ച് മുത്തശ്ശി ഉറങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോൾ. And he offers her the support she needs. മുത്തശ്ശിക്ക് ആവശ്യമായ സപ്പോർട്ട് അവൻ നൽകുന്നുമുണ്ട്. While returning, തിരിച്ചു വരുമ്പോൾ she can see much better thanks to her new glasses. പുതിയ കണ്ണടയുള്ളത് കൊണ്ട് ഗ്രാനിക്ക് കൂടുതൽ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. And she is excited about seeing the sights. പുതിയ കാഴ്ചകൾ കാണുന്നതിന്റെ ആവേശത്തിലാണ് ഗ്രാനി. Her grandson meanwhile is tired and falls asleep on her shoulder. മണി പക്ഷേ അവരുടെ കൊച്ചുമകൻ
ക്ഷീണിതനാണ്. അവൻ മുത്തശ്ശിയുടെ ചുമലിൽ തലവെച്ച് ഉറങ്ങിപ്പോകുന്നു. They have each other in times of need. ഒരു ആവശ്യം വരുമ്പോൾ, ഒരു സഹായത്തിന്റെ ആവശ്യം വരുമ്പോൾ അവർക്ക് പരസ്പരമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളുണ്ട്. And hence, obviously, a shoulder to rest is a blessing indeed. തീർച്ചയായും തല ചായ്ക്കാൻ ഒരു ചുമലുണ്ടാവുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ ലെസണിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളിവിടെ നോക്കി. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. ഈ ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.